നമ്മളൊന്ന് ചുറ്റും നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള പല ആളുകളുടെയും ലൈഫ് ഉണ്ടല്ലോ, ശരിക്കും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ പാകത്തിലുള്ളതായിരിക്കും. എന്തായാലും ദേ ഇന്ന് അതുപോലെ ഒരാളെ നമ്മൾ പരിചയപ്പെടാൻ പോവാണ്. ആള് പ്ലസ് ടു കാരനാണ്, നമ്മുടെ പെരിങ്ങളം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനി അറിയപ്പെടാൻ പോകുന്നത് അങ്ങനെയല്ല. ഈ ആളോട് ആളുടെ ലൈഫിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ആള് നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഒരു ഗ്രേറ്റ് ഇൻസ്പിറേഷൻ ഉണ്ട്. എനിക്ക് പറയാനുള്ളത് കഷ്ടപ്പെട്ട് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടെന്നാണ്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ. വാട്ട് എ പഞ്ച് ലൈൻ. കഷ്ടപ്പെട്ട് ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടത് നമുക്ക് നേടാം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതെ. ഹായ്, നമസ്കാരം. എന്റെ പേര് കാശിനാഥ് സനീഷ്. റഗ്ബി അണ്ടർ 18 ഇന്ത്യൻ ടീമിലെ ഏക മലയാളിയാണ് ഞാൻ. പാറപ്പടിക്കാരനാണ്, കോഴിക്കോട്ടുകാരനാണ്, ഒരു വലിയ ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. യെസ്, റഗ്ബി ടീമിലെ ആദ്യത്തെ മലയാളി, ഏക മലയാളി. ഇതേ ചാമ്പ്യൻഷിപ്പ് ഒക്കെ കഴിഞ്ഞ് നമ്മളുടെ നാട്ടിൽ തിരിച്ചെത്തുന്ന സമയത്ത് ഈ ആളുടെ റഗ്ബിയിലേക്കുള്ള ആ ഒരു ദൂരം, ആ ഒരു യാത്ര, ഇതേപോലൊരു അച്ചീവ്മെന്റ് ലൈഫിൽ സ്വന്തമാക്കിയിട്ടുള്ള ഈ ഒരു 12th ക്ലാസ്സുകാരൻ അല്ലെ. പഠിക്കണ്ടേ, കാണണ്ടേ, അറിയണ്ടേ, കേൾക്കണ്ടേ? ബി വിത്ത് മീ ലിഷ്ന, കോഴിക്കോട് സൂപ്പർ ഫാസ്റ്റ് റേഡിയോ മാംഗോ 91.9. നമ്മുടെ നാടിന്റെ അഭിമാനം കൂടിയായിട്ടുള്ള ഒരാളാണ് കാശിനാഥ് സനീഷ് അല്ലെ. കാശിനാഥ്, ഗുഡ് മോർണിംഗ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ മോർണിംഗ് നല്ല മഴയുള്ള മോർണിംഗ് ആണ്. സോ ഹൗ ഇസ് ദ മോർണിംഗ് ദേർ? യെസ്, ഭയങ്കര മഴയാണ് ഇവിടെയും. പാറപ്പടിയിലാണോ ഉള്ളത് ഇപ്പോ? അച്ഛന്റെ വീട് അമ്മന്റെ വീടൊക്കെ പാറപ്പടിയാണ്. ചിലവരാണ് ഞാൻ താമസിക്കുന്നത്. വെരി പ്രൗഡ് ഓഫ് യു മൈ ഡിയർ. കാരണം ഏഷ്യ അണ്ടർ 18 റഗ്ബി ചാമ്പ്യൻഷിപ്പിലുള്ള ഇന്ത്യൻ ടീമിൽ നമ്മുടെ കോഴിക്കോട് നിന്ന്, നമ്മുടെ പാറപ്പടി നിന്ന് അല്ലെ, ചെലവൂർ നിന്ന് ഒരാൾ ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു കോഴിക്കോട്ടുകാരനും അഭിമാനമാണ്. അതെ. പാറപ്പടി കളരിക്കൽ താഴത്തുള്ള സനീഷ് ആൻഡ് പ്രഗൽഭയുടെ മകനാണ് അല്ലെ. പെരിങ്ങളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 സ്റ്റുഡന്റ് ആണ്. എവിടെ നിന്നാണ് റഗ്ബിയുടെ തുടക്കം? അതെ, ഞാൻ റഗ്ബി ഏകദേശം ഇപ്പൊ കളിക്കാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു ഇയർ കഴിഞ്ഞു. ഞാൻ തുടങ്ങുന്നത് അത്ലറ്റിക്ക എന്ന് പറഞ്ഞ ക്ലബിൽ നിന്നാണ്. അവിടുന്ന് ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന റഗ്ബി ടീമിന് തുടക്കം കുറിച്ചാണ് ഞാൻ. പിന്നെ ഞാൻ കോഴിക്കോട് ടീമിലേക്ക് സെലക്ട് ആയി. പിന്നെ കേരള ടീമിലേക്ക് സെലക്ട് ആയി. കേരള ടീമിൽ എന്റെ കോച്ച് വിനു കെ വിശ്വനാഥ് സാറായിരുന്നു. അപ്പം വിരാട്ടിനൊപ്പരം കേരള ടീമിൽ കോച്ചിങ് കിട്ടി. അത് കഴിഞ്ഞതിന് ശേഷം ഇന്ത്യൻ ക്യാമ്പിലേക്കുള്ള സെലക്ഷനിൽ 4 മലയാളികൾ ഉണ്ടായിരുന്നു. അതിലെ ലാസ്റ്റ് ഇന്ത്യൻ ടീമിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്ന ആദ്യത്തെ മലയാളി ഞാനാണ്. ഒരു കോമൺ സ്പോർട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ക്രിക്കറ്റ് അല്ലെങ്കിൽ ഫുട്ബോൾ അല്ലെ, ബാഡ്മിന്റൺ ഒക്കെ കടന്നു വരും. റഗ്ബിയിലേക്ക് ആ ഒരു ഇൻട്രസ്റ്റ് വരാനുള്ള കാരണം എന്തായിരുന്നു? റഗ്ബിയിലേക്ക് ഇൻട്രസ്റ്റ് വരാനുള്ള കാരണം ഞാൻ ഓൾറെഡി ഫുട്ബോളിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഫുട്ബോൾ കുറെ കാലം ഫുട്ബോളായിട്ട് നടന്ന ഒരാളാണ്. അപ്പം ഈ റഗ്ബിയും ഫുട്ബോളും ഏകദേശം ഒരു സിമിലാരിറ്റി ഉള്ള ഒരു ഗെയിമാണ്. ശാരീരികമായി പരിക്കുകളും കാര്യങ്ങളും ഒക്കെ വരുന്ന ഒരു ഗെയിമാണ്. അപ്പം ആ ഒരു ഗെയിമിന്റെ സ്പിരിറ്റ് മനസ്സിലാവുന്നതിന് മുമ്പേ റഗ്ബി അയ്യോ എന്തത് റഗ്ബിയോ, ഇത് ഒരു സുഖമില്ലല്ലോ, ഇന്നത് ബോറടിക്കുന്നുണ്ടല്ലോ എന്നായിരുന്നു. പക്ഷെ ആ ഒരു സ്പിരിറ്റ് മനസ്സിലായപ്പം അതിനോടുള്ള ഇഷ്ടം കൂടിക്കൂടി വന്ന് ഇപ്പൊ ഇവിടെ വരെ എത്തി നിൽക്കാൻ പറ്റുന്നുണ്ട്. ഫുട്ബോൾ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം കാലുകളിലാണ് നമ്മൾ ഭദ്രമായി വെക്കേണ്ടത് ആ ഒരു ബോൾ അല്ലെ. പക്ഷെ റഗ്ബി എന്ന് പറയുന്ന സമയത്ത് കൈകളിൽ ഭദ്രമായി വെക്കണം ഈ ബോൾ. എന്നാലും ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ആവേശമുണ്ട്. ഏതൊരു അത്ലറ്റിനെ വെച്ച് നോക്കുമ്പോഴും ഇന്ത്യൻ ജേഴ്സി നാട്ടില് ചില ആൾക്കാർക്ക് ചിലപ്പോ കേരള ടീം ജേഴ്സി അണിയാനിരിക്കും. ചില ആൾക്കാർക്ക് അത് ചിലപ്പോലെ നാട്ടിലെ ചെറിയ ഡിസ്ട്രിക്ട് ടീമിന്റെ കോഴിക്കോടിന്റെ ജേഴ്സി അണിയാനിരിക്കും. പക്ഷെ ആ ഒരു സ്വന്തം രാജ്യത്തിന് വേണ്ടിയുള്ള ജേഴ്സി അറിയാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. വളരെ വളരെ സന്തോഷം. ഫസ്റ്റ് ടൈമാണ് റഗ്ബി എന്ന സ്പോർട്സിൽ ഒരു മലയാളി താരം ഇന്ത്യൻ ടീമിൽ കയറുന്നു. അത് നമ്മുടെ നാട്ടിൽ നിന്നാണ്, കോഴിക്കോട് നിന്നാണ് എന്ന് അറിയുമ്പോ കേൾക്കുമ്പോ അതിനേക്കാൾ വലിയ സന്തോഷം അല്ലെ. അപ്പൊ കൊടുക്കാം നമ്മുടെ സ്വന്തം കാശിനാഥന് ഒരു ഓപ്പോട്. കോഴിക്കോട് സൂപ്പർ ഫാസ്റ്റ് ലോൺ റേഡിയോ മാംഗോ നാട്ടിലെങ്കും പാട്ടായി.